ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. കുറച്ച് ആളുകൾ ഈയിടെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയമാണ് നമ്മുടെ ഈ വാട്സപ്പിനെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നത്. ഇത് പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാറുള്ളത്. ഒന്ന്, ഈ മൊബൈലിലേക്ക്, ഈ ചെറിയ സ്ക്രീനിലേക്ക് ഒത്തിരി നേരം നോക്കിയിരുന്ന് കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിലൊന്ന് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ലിങ്കൊക്കെ പലപ്പോഴും നമ്മളുടെ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ആ ലിങ്ക് നമ്മളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മളുടെ വാട്സപ്പിനെ എങ്ങനെയാണ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഈസിയായി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പിനെ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആക്കിയതിന് ശേഷം അതിൽ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ച് ചെയ്യേണ്ട സ്ഥലത്ത് വാട്സപ്പ് വെബ്, ഇതുപോലെ വാട്സപ്പ് വെബ്, ഇനിവൻ വാട്സപ്പ് എന്ന് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. സോ വാട്സപ്പ് വെബ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തൊട്ട് താഴേക്ക് നമ്മളത് സെർച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും താഴേക്ക് ഇങ്ങനെ ലിസ്റ്റുകൾ വരുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഈ കാണുന്ന പോലെ web.whatsapp.com എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരികയും അതിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു QR കോഡ് തെളിഞ്ഞു വരികയും ചെയ്യും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ എടുക്കണം. മൊബൈലിലെ വാട്സപ്പ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനിയിപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിൽ നമ്മളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ വാട്സപ്പിൻ്റെ ആദ്യം തുറന്നു വരുന്ന പേജിൻ്റെ തന്നെ വലത് സൈഡിൽ ടോപ്പിലായിട്ട് ഇതുപോലത്തെ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു മെനു കാണാൻ പറ്റും. ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ് അങ്ങനെയൊക്കെ കിടക്കുന്നതിന് മൂന്നാമത് കിടക്കുന്ന ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് പറഞ്ഞ് ഈ കിടക്കുന്നതിനെ സെലക്ട് ചെയ്യുക. ലിങ്ക്ഡ് ഡിവൈസസ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. യൂസ് വാട്സപ്പ് ഓൺ അതർ ഡിവൈസസ്, എന്നിട്ട് ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞ് പച്ച കളറിൽ കിടക്കുന്നതാണിപ്പോൾ. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ക്യാമറയൊക്കെ ഒന്ന് ഓണായിട്ട് ഇങ്ങനെ വരും. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലാപ്ടോപ്പിൽ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ഒരു QR കോഡ്. അതിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനാണ് ഈ കാണുന്നത് ക്യാമറയുടെ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിനെ, നമ്മുടെ വാട്സപ്പിലെ ഈ ക്യാമറ ഓപ്പണാക്കി വെച്ചേക്കുന്നതിനെ വെച്ചിട്ട് നമ്മളുടെ ലാപ്ടോപ്പിൽ ഓപ്പണായേക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ക്യാമറ ആ QR കോഡിൻ്റെ നേരേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്മുടെ ലാപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏത് ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മളുടെ വാട്സപ്പിൽ നോക്കിയാൽ ഈ രീതിയിൽ കിടപ്പുണ്ടാവും. ഡിവൈസ് സ്റ്റേറ്റസ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഗൂഗിൾ ക്രോം വിൻഡോസ് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ പറ്റും. അതുപോലെ നമ്മളുടെ ലാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വാട്സപ്പ് അതിൻ്റെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. ഇത് നോക്കി ഒന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഈ കാണുന്നത് എൻ്റെ വാട്സപ്പിൻ്റെ പേജാണ്. അതെന്തായാലും ഞാൻ കാണിക്കൂല. ഓക്കെ, സോ വാട്സപ്പിൻ്റെ പേജാണ് ഈ കാണുന്നത്, ലാപ്പിലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മൊബൈലിലെ നമ്മൾ ഉപയോഗിച്ച വാട്സപ്പിനെ നമ്മുടെ ലാപ്പിൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. മെസ്സേജസ് കാണാൻ പറ്റും, മെസ്സേജസ് അയക്കാൻ പറ്റും, മെസ്സേജ് എന്തൊക്കെ വേണോ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇനി ലാപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലാപ്പിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട എന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈലിൽ നമ്മൾ ആദ്യം കണ്ട ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിൽ ഈ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഏതാണോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് കൊടുത്തിരിക്കുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അത് ലോഗ് ഔട്ട് കൊടുത്താൽ മതി. ഈ ലോഗ് ഔട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലാപ്പിൽ ആര് വിചാരിച്ചാലും നമ്മുടെ വാട്സപ്പ് കാണാൻ പറ്റില്ല. ടെൻഷൻ അടിക്കാതെ നമുക്ക് ലാപ്പിൽ നിന്ന് മാറാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിനെ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴേക്ക് കമൻസ് ആയിട്ട് പോന്നോട്ടെ. ഇനിയിപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു മടിയും കാണിക്കേണ്ട, കമൻസ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലത്തെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.